രാജ്യത്താകമാനം തെരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ ഇപ്പോൾ മോക്ക് ഡ്രിൽ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവിധമായ സുരക്ഷയും ഒരുക്കിയാണ് നാളെ പരീക്ഷ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് മോക്ക് ഡ്രിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിനീത ഡൽഹിയിൽ നിന്ന് ചേരുന്നു. പറയൂ വിനീത. രാവിലെ മുതൽ തന്നെ വിവിധ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിലടക്കം വിവിധ കേന്ദ്രങ്ങളിലാണ് മോക്ക് ഡ്രിൽ ആരംഭിച്ചിരിക്കുന്നത്. ഇതുവരെ സ്വീകരിച്ചു വന്നിരിക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തുന്നുണ്ട്. ഒപ്പം തന്നെ വിവിധ ഏജൻസികളുടെ ഒരു ഏകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മോക്ക് ഡ്രില്ലിൽ വിലയിരുത്തുന്നത്. വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മോക്ക് ഡ്രിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ വിവിധ ഉദ്യോഗസ്ഥരുണ്ട്. ഒപ്പം തന്നെ അധ്യാപകരുൾപ്പെടെ ഈ പരീക്ഷ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ഈ NTA വെബ്സൈറ്റിൽ വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അനാവശ്യമായിട്ടുള്ള ഈ ഊഹാപോഹങ്ങളിലോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങളിലോ ലഭിക്കരുത്, അത്തരത്തിലേക്കുള്ള പ്രചരണങ്ങളിലോ വിശ്വസിക്കരുതെന്നുള്ള ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയിരിക്കുന്നത്. വിവിധ കേന്ദ്രങ്ങളിൽ ഇതിനോടകം തന്നെ മോക്ക് ഡ്രിൽ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 9 മണിക്ക് ആരംഭിച്ച് വൈകിട്ട് 5 മണി വരെ നീണ്ടു നിൽക്കുന്നതാണ് മോക്ക് ഡ്രിൽ. ഇതിൽ CCTV ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ അവർക്ക് ബയോമെട്രിക് പരിശോധന ഉണ്ടാകും. ഇതുകൂടാതെ തന്നെ അവരുടെ ആധാർ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമായിരിക്കാം വിദ്യാർത്ഥികളെ ഈ പരീക്ഷാ ഹാളുകളിലേക്കൊക്കെ കടത്തിവിടുക. എല്ലാ കേന്ദ്രങ്ങളിലും CCTV നിരീക്ഷണം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ കേന്ദ്രീകൃത കൺട്രോൾ റൂമുകൾ സജീവമായി തന്നെ പ്രവർത്തിക്കുമെന്നും അറിയിച്ചിരിക്കുകയാണ്. ചോദ്യപേപ്പറുകൾ GPS ചെയ്ത് ട്രാക്ക് ചെയ്ത വാഹനങ്ങളിലും പോലീസ് അകമ്പടിയോടെയായിരിക്കും ഈ സെന്ററുകളിലേക്ക് എത്തിക്കുന്നത്. ഇന്ത്യയിലെ 551 നഗരങ്ങളിലും 14 ഇന്ത്യക്ക് പുറത്തുള്ള 14 സെന്ററുകളിലുമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഏതാണ്ട് 5000-ലധികം സെന്ററുകളിലായി നടക്കുന്ന പരീക്ഷ 22,79,000-ഓളം വിദ്യാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് നാളെ രാവിലെ ഓടുകൂടി തന്നെ വിദ്യാർത്ഥികൾ സെന്ററുകളിലേക്ക് എത്തണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിച്ച് വൈകിട്ട് 5:15 വരെയായിരിക്കും ഈ പരീക്ഷ നടത്തുക. ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട പരീക്ഷാർത്ഥികൾക്ക് വൈകിട്ട് 6:20 വരെ പരീക്ഷ അവർക്ക് എഴുതാനുള്ള ഒരു സമയം കൂടി അനുവദിച്ചിരിക്കുകയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും CCTV അടക്കം നിരീക്ഷണം ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ ഈ പരീക്ഷയ്ക്കായി എത്തുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ബയോമെട്രിക് പരിശോധന കർശനമായും ഉറപ്പാക്കും. അതിന് പുറമെ അവരുടെ ദേഹ പരിശോധന ഉണ്ടാവും. ഒപ്പം ഏതെങ്കിലും തരത്തിൽ ഈ ബയോമെട്രിക് പരിശോധനയിൽ പരാജയപ്പെടുകയാണെങ്കിൽ, ബയോമെട്രിക് പരിശോധന കൃത്യമായി നടത്താൻ കഴിയില്ല എങ്കിൽ, അതിൽ ഏതെങ്കിലും രീതിയിൽ ഇറർ സംഭവിക്കുകയാണെങ്കിൽ അവർക്ക് അത്തരം സന്ദർഭങ്ങളിൽ രേഖാമൂലമുള്ള സമ്മതപത്രം വാങ്ങി മാനുവൽ വെരിഫിക്കേഷൻ കൂടി അനുവദിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.